Hi friends, welcome back to our class. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഹാസ് ടു ബി, ഹാവ് ടു ബി ആൻഡ് ഹാഡ് ടു ബി ഇതൊക്കെ എങ്ങനെ സെന്റൻസുകളിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ട് എന്നാണ് മീനിങ്. ഹാഡ് എന്നാണെങ്കിലോ ഉണ്ടായിരുന്നു എന്നാണ്. നമുക്ക് സെന്റൻസ് നോക്കാം. വളരെ വൈകി കുറച്ച് പച്ചക്കറികൾ വാങ്ങേണ്ടതുണ്ട്. ഇതെങ്ങനെ പറയും? ഇറ്റ് ഈസ് ടു ലേറ്റ്, സം വെജിറ്റബിൾസ് ഹാവ് ടു ബി ബോട്ട്. ഈ സെന്റൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമയം കുറെ പോയി അല്ലെങ്കിൽ വൈകി എന്നാണ്. അതിനുശേഷം സം വെജിറ്റബിൾസ്, കുറച്ച് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ ആണ് വന്നിട്ടുള്ളത് അല്ലെ, അതായത് ഒബ്ജക്റ്റ് പ്ലൂറൽ ആണ് വന്നിട്ടുള്ളത്. സം വെജിറ്റബിൾസ് ഹാവ് ടു ബി. അപ്പോൾ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ, അപ്പോൾ അതിനുശേഷം വരുന്നത് ഹാവ് ടു ബി ആണ്. ലാസ്റ്റ് പറഞ്ഞതോ ഹാവ് ടു ബി കഴിഞ്ഞിട്ട് പിന്നെ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ബോട്ട് അതിന്റെ ബൈ എന്ന വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ബോട്ട്. അതാണ് നമ്മളിവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ടു ലേറ്റ്, സമയം വളരെ വൈകി. സം വെജിറ്റബിൾസ് ഹാവ് ടു ബി ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ മീനിങ്? കുറച്ച് വെജിറ്റബിൾസ് വാങ്ങേണ്ടതുണ്ട്. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ഉണ്ട് എന്നാണല്ലോ. ആ ഉണ്ട് എന്നുള്ള മീനിങ് വെച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ നോക്കാം. സം വെജിറ്റബിൾസ് ഹാവ് ടു ബി ബോട്ട്, കുറച്ച് വെജിറ്റബിൾസ് വാങ്ങേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങണം, അതായത് നിർബന്ധമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. എന്നാൽ നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ഈസ് ടു ബി വെച്ച് അല്ലെങ്കിൽ ആർ ടു ബി ഒക്കെ വെച്ച് പറയുമ്പോൾ അത്ര തന്നെ നിർബന്ധമില്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഹാവ് ടു ബി അല്ലെങ്കിൽ ഹാസ് ടു ബി ഒക്കെ വെച്ച് പറയുമ്പോൾ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അതായത് വാങ്ങേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ആർ ടു ബി ആയിരുന്നുവെങ്കിൽ, സം വെജിറ്റബിൾസ് ആർ ടു ബി ബോട്ട് എന്നായിരുന്നുവെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങണം എന്നാണ് മാത്രമേ ഉള്ളൂ, അത്ര നിർബന്ധം പറയുന്നില്ല അതിൽ. എന്നാൽ സം വെജിറ്റബിൾസ് ഹാവ് ടു ബി ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങേണ്ടതുണ്ട് എന്നാണ്, അത് നിർബന്ധമാണ്. ഓക്കെ. കുറച്ച് സമയം കാത്തിരിക്കും, ഈ റൂം വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ റൂം വൃത്തിയാക്കണം, പക്ഷെ നിർബന്ധമാണ്. പ്ലീസ് വെയിറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, ദിസ് റൂം ഹാസ് ടു ബി ക്ലീൻഡ്. പ്ലീസ് വെയിറ്റ് ചെയ്യൂ, ദയവായി വെയിറ്റ് ചെയ്യൂ. ഫോർ എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് സമയത്തേക്ക്, അതായത് അല്ലെങ്കിൽ കുറച്ച് നിമിഷത്തേക്ക്, കുറച്ച് മിനിറ്റ് നേരത്തേക്ക് എന്നൊക്കെയാണ്. ദിസ് റൂം ഹാസ് ടു ബി ക്ലീൻഡ്. ഈ റൂം, ദിസ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഈ എന്നൊക്കെയാണ് പറയുന്നത്. ദിസ് റൂം, ഈ റൂം ഹാസ് ടു ബി ക്ലീൻഡ്, ക്ലീൻ ചെയ്യപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ റൂം വൃത്തിയാക്കേണ്ടതുണ്ട്. അതായത് മറ്റാരാലോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ആൾ ആരാണെങ്കിലും അയാളാൽ ഈ റൂം വൃത്തിയാക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ശരിക്കും പറയുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദിസ് റൂം ആണ്. അതായത് ദിസ് റൂം എന്ന് പറയുമ്പോൾ ഒരു റൂമേ ഉള്ളൂ, അത് സിംഗുലർ ആണ്. അതിനുശേഷം നമ്മൾ ഹാസ് ആണ് കൊടുക്കേണ്ടത്. എന്നാൽ ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ സം വെജിറ്റബിൾസ് എന്നാ പറഞ്ഞത് അല്ലേ, അത് പ്ലൂറൽ ആണ്. അപ്പോൾ അതിനുശേഷം ഹാവ് ആണ് വരേണ്ടത്, ഹാവ് ടു ബി ആണ് വരേണ്ടത്. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ദിസ് റൂം ഹാസ് ടു ബി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടുത്തെ എന്താണ് പ്രവൃത്തി? ക്ലീൻ ചെയ്യുക അല്ലെ. അപ്പോൾ ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൃത്തിയാക്കുക. അതിന്റെ V3 ഫോം ആണ് നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. അത് എന്താണ്? ക്ലീൻഡ് എന്നാണ്. ഓക്കെ. അപ്പോൾ ദിസ് റൂം ഹാസ് ടു ബി ക്ലീൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ റൂം വൃത്തിയാക്കപ്പെടേണ്ടതുണ്ട്, പാസീവ് വോയിസിൽ ഉള്ള സെന്റൻസ് ആണ്. ദിസ് റൂം ഹാസ് ടു ബി ക്ലീൻഡ്, ഈ റൂം വൃത്തിയാക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഈ വൃത്തിയാക്കപ്പെടേണ്ടതുണ്ട് എന്നല്ല പറയുക, ഈ റൂം വൃത്തിയാക്കേണ്ടതുണ്ട്, അതായത് വൃത്തിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. ഞാൻ എവിടെയും പോയില്ല, കാരണം ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയണം. ഐ ഡിഡിന്റ് ഗോ എനിവെയർ ബിക്കോസ് ഇംഗ്ലീഷ് ഹാഡ് ടു ബി ലേൺഡ്. ഐ ഡിഡിന്റ് ഗോ എനിവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡിഡിന്റ് ഗോ, ഞാൻ പോയില്ല എന്നാണ്. എനിവെയർ എവിടെയും, ഞാൻ എവിടെയും പോയില്ല. ഐ ഡിഡിന്റ് ഗോ എന്ന് പറഞ്ഞാൽ, ഡിഡിന്റ് ഗോ എനിവെയർ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും പോയില്ല. ബിക്കോസ് കാരണം, ഇംഗ്ലീഷ് ഹാഡ് ടു ബി ലേൺഡ്, ഇത് പാസ്റ്റിലുള്ള സെന്റൻസ് ആണ്. ഇംഗ്ലീഷ് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. ഇംഗ്ലീഷ് ഹാഡ് എന്നാണ് പറഞ്ഞത് അല്ലെ, ഹാഡ് ടു ബി ലേൺഡ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അവിടെ സിംഗുലർ ആണ്, പക്ഷെ ഇവിടെ ഹാഡ് അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സിംഗുലർ ആണെങ്കിലും അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിലും നമ്മൾ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഹാഡ് ടു ബി ലേൺഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ പഠിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. അത് നമ്മൾ സാധാരണ എങ്ങനെ പറയും? ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പറയും അല്ലെ. ഞാൻ എവിടെയും പോയില്ല, കാരണം ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു.
ഞാൻ പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്നൊന്നും പറയുന്നില്ല, ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് മാത്രമേ പറയേണ്ടതായിട്ടുള്ളൂ. കാരണം ഞാൻ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് മാത്രമേ പറയേണ്ടി വരുന്നുള്ളൂ ഇവിടെ. അതിനാൽ നമുക്ക് എങ്ങനെ പറഞ്ഞാൽ മതി, ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് ഇവിടെ, ഇംഗ്ലീഷ് ഹാഡ് ടു ബി ലേൺഡ്. കഴിഞ്ഞൊരു കാലത്തെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഹാഡ് ടു ബി നമ്മൾ യൂസ് ചെയ്തത്. ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്, ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഹാഡ് ടു ബി ലേൺഡ്, ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് മീനിങ്. നമ്മൾ മുമ്പ് പറഞ്ഞ സെന്റൻസുകളിലൊക്കെ ദിസ് റൂം അല്ലെങ്കിൽ സം വെജിറ്റബിൾസ് എന്നൊക്കെ പറയുമ്പോൾ അതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അത് സം വെജിറ്റബിൾസ് ഹാവ് ടു ബി ബോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആര് വാങ്ങണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ റൂം വൃത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ദിസ് റൂം, ആ റൂമിനാണ് ഇമ്പോർട്ടൻസ്, അത് ആര് വൃത്തിയാക്കുന്നു എന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് ഹാഡ് ടു ബി ലേൺഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിലെ സെന്റൻസ് ആണ്. അവിടെ ഇംഗ്ലീഷ് ആരാൽ പഠിക്കപ്പെടണം എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ആദ്യം ഐ ഡിഡിന്റ് ഗോ എനിവേർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ ഞാൻ എന്നുള്ള മീനിങ് വരുന്ന ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ അതിനുശേഷം വീണ്ടും ഞാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്ത് മാത്രം പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പറയാ, ഇംഗ്ലീഷ് ഹാഡ് ടു ബി ലേൺഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അവനെ ഞാൻ ഇന്നലെ കണ്ടു, കുറച്ച് പണം കടം വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഐ മെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുമുട്ടി, ഹിം അവനെ ഞാൻ കണ്ടുമുട്ടി, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് പണം, ഹാഡ് ടു ബി ബോറോഡ്. ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുകയാണ്. ഓക്കെ, ബോറോഡ് എന്ന് പറയുമ്പോൾ കടം വാങ്ങി എന്നുള്ള മീനിങ് ആണ്. എന്നാൽ ഇവിടെ ഈ സെന്റൻസിൽ സം മണി ഹാഡ് ടു ബി ബോറോഡ് എന്ന് പറയുമ്പോൾ കുറച്ച് പണം, കുറച്ച് പണം, ഹാഡ് ടു ബി ബോറോഡ് കടം വാങ്ങേണ്ടതുണ്ടായിരുന്നു, കുറച്ച് പണം കടം വാങ്ങപ്പെടേണ്ടതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മീനിങ് ആദ്യം വെള്ളം തിളപ്പിക്കണം, അല്ലെങ്കിൽ ആദ്യം വെള്ളം തിളപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയണം. അറ്റ് ഫസ്റ്റ്, ആദ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. The water has to be boiled. വെള്ളം ഹാസ് ടു ബി. ഇവിടെ വാട്ടർ എന്ന് പറയുമ്പോൾ അതിനിങ്ങനെ എണ്ണമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഹാസ് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഹാസ് ടു ബി ബോയിൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ബോയിൽ എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അതിന്റെ V3 ഫോം ആയിട്ടുള്ള ബോയിൽഡ് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അറ്റ് ഫസ്റ്റ് ദ വാട്ടർ ഹാസ് ടു ബി ബോയിൽഡ്, ആദ്യം വെള്ളം തിളപ്പിക്കണം, അല്ലെങ്കിൽ ആദ്യം വെള്ളം തിളപ്പിക്കപ്പെടണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ തിളപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. അവൾ 10 മണിക്ക് അവിടെ ഉണ്ടാകണം. ഇത്തരം സെന്റൻസുകൾ പറയുമ്പോഴും നമുക്ക് ഈ ഹാസ് ടു ബി അല്ലെങ്കിൽ ഹാവ് ടു ബി ഒക്കെ യൂസ് ചെയ്യാം. അവൾ 10 മണിക്ക് അവിടെ ഉണ്ടാകണം. She has to be there at 10 o'clock. അവൾ has to be there എന്ന് പറയുമ്പോൾ has എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണല്ലോ മീനിങ്. to be there എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ്. അവൾ has to be there, അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. at 10 o'clock 10 മണിക്ക്. ഓക്കെ, അവർ ഇന്നലെ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. They had to be there yesterday. അവർ had to be there, അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. yesterday, ഇന്നലെ അവർ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവൻ സങ്കടത്തിലാണ്, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെ പറയാം? He is sad. His problems have to be solved. He is sad എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സങ്കടത്തിലാണ്. ഹിസ് പ്രോബ്ലംസ്, അവന്റെ പ്രോബ്ലംസ്. ഇവിടെ പ്രോബ്ലംസ് എന്നാണ് പറഞ്ഞത് അല്ലേ, അതായത് പ്ലൂറൽ ആണ്. അപ്പോൾ അതിനുശേഷം ഹാവ് ടു ബി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സോൾവ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരിഹരിക്കുക. അപ്പോൾ പരിഹരിക്കുക എന്ന മീനിങ് ഉള്ള സോൾവ് എന്ന വേർഡിന്റെ V3 ഫോം ആയിട്ടുള്ള സോൾവ്ഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹാവ് ടു ബിക്ക് ശേഷം നമ്മൾ V3 ഫോം ആണ്, വെർബിന്റെ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ കൂടുതലാണ് ഉള്ളത്, അതായത് പ്ലൂറൽ ആണ്. അതുകൊണ്ടാണ് അതിനുശേഷം ഹാവ് ടു ബി വന്നത്, അത് ഓർത്തു വെക്കുക. ഓക്കെ,
ഇനി അടുത്തത് ഈ കാർ കഴുകേണ്ടതുണ്ട്. ഇതെങ്ങനെ പറയാം? ദിസ് കാർ ഹാസ് ടു ബി വാഷ്ഡ്. ഇവിടെ ദിസ് കാർ എന്ന് പറയുമ്പോൾ ഒരു കാറേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹാസ് ടു ബി ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് കാർ, ദിസ് കാർ എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലർ ആണ് അല്ലെ, ആ ഒബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ അതിനുശേഷം ഹാസ് ടു ബി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹാസ് ടു ബി യൂസ് ചെയ്തു. അതിനുശേഷം അതും കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? വാഷ്ഡ്. വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഴുകുക. അപ്പോൾ കഴുകുക എന്ന് മീനിങ് വരുന്ന വാഷ് എന്ന വേർഡിന്റെ V3 ഫോം ആയിട്ടുള്ള വാഷ്ഡ് ആണ് നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ദിസ് കാർ ഹാസ് ടു ബി വാഷ്ഡ്. ഈ കാർ കഴുകേണ്ടതുണ്ട്, അതായത് ഈ കാർ കഴുകപ്പെടേണ്ടതുണ്ട് എന്നാണ്. ഓക്കെ, അതായത് ഇവിടെ ആര് കഴുകുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമല്ല, എന്ത് കഴുകുന്നു അല്ലെങ്കിൽ എന്തിനെ കഴുകുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. അതിപ്പോ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ എക്സാമ്പിളിലും കാര്യം അങ്ങനെ തന്നെയാണ്. ഹിസ് പ്രോബ്ലംസ് ഹാവ് ടു ബി സോൾവ്ഡ് എന്ന് പറയുമ്പോൾ അവന്റെ പ്രോബ്ലംസിനാണ് ഇമ്പോർട്ടൻസ്. ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്നതിനാണ് ഇമ്പോർട്ടൻസ്. അത് ആരാൽ പരിഹരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ആ വീട് വിൽക്കേണ്ടതുണ്ടായിരുന്നു. വിൽക്കേണ്ടതുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതായത് പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തെ കാര്യമാണല്ലോ. ആ വീട് വിൽക്കേണ്ടതുണ്ടായിരുന്നു, നിർബന്ധമായിട്ടും വിൽക്കേണ്ടതുണ്ടായിരുന്നു. That house had to be sold. That house had to be sold. That house had to be sold എന്ന് പറയുമ്പോൾ ഇവിടെ that house, അതായത് ഒരു ഹൗസേ ഉള്ളൂ അല്ലേ, അതിനുശേഷം had to be sold എന്ന് പറഞ്ഞു. അവിടെ had to be കഴിഞ്ഞ് പിന്നെ sold. sell എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുക. ആ വെർബിന്റെ V3 ഫോം ആണ് sold. അതാണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, that house had to be sold. ആ വീട് വിൽക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ വീട് വിൽക്കപ്പെടേണ്ടതായിരുന്നു. അതിന്റെ ഉടമസ്ഥനാൽ അത് വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഉടമസ്ഥന്റെ കാര്യം നമുക്ക് ഇവിടെ പറയേണ്ടത് ആവശ്യമില്ല. എന്താണ് വിൽക്കുന്നത്? ദാറ്റ് ഹൗസ് എന്ന് പറയുന്നതാണ്, അതായത് ആ വീട്, അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് സെന്റൻസുകൾ ഇതുപോലെ പറയാം. ആ വീട് വിൽക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഹൗസ് ഹാഡ് ടു ബി സോൾഡ് എന്ന് പറയാം. ഇനി ആ വീടുകൾ വിൽക്കേണ്ടതുണ്ടായിരുന്നു. ഇവിടെ വീടുകളാണ് പറയുന്നത്. ആ വീടുകൾ വിൽക്കേണ്ടതുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതെങ്ങനെ പറയും? ദോസ് ഹൗസസ് ഹാഡ് ടു ബി സോൾഡ്. ഇവിടെ ദോസ് ഹൗസസ് ഹാഡ് ടു ബി സോൾഡ് എന്ന് പറയും. ദോസ് ഹൗസസ് എന്ന് പറയുമ്പോൾ ആ വീടുകൾ, അതായത് അവിടെ വീടുകളാണ്, ഒന്നിൽ കൂടുതലാണ് വരുന്നത് അല്ലെ, വീടുകൾ, അതായത് പ്ലൂറൽ ആണ്. വീടുകൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അത് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഹാഡ് ടു ബി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദോസ് ഹൗസസ് ഹാഡ് ടു ബി. ആ ഇവിടെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തത് ഹാഡ് ടു ബി ആണ്. എന്നാൽ ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആ സെന്റൻസിലും ദാറ്റ് ഹൗസ് ഹാഡ് ടു ബി, അതുപോലെ ഇവിടെ പറഞ്ഞതോ ദോസ് ഹൗസസ് ഹാഡ് ടു ബി. ഇവിടെ രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ പ്ലൂറൽ ആണെങ്കിലും അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിലും നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാഡ് ടു ബി തന്നെയാണ്. എന്നാൽ ഹാസ് ടു ബിയും ഹാവ് ടു ബിയും അവിടെ വ്യത്യാസമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ ഇവിടെ പാസ്റ്റിലാകുമ്പോൾ, പാസ്റ്റിലെ സെന്റൻസ് നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ ഹാഡ് ടു ബി തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് നമ്മൾ സോൾഡ് തന്നെ പറഞ്ഞു, അത് മുമ്പ് പറഞ്ഞു തന്നെ. അപ്പോൾ ആ വീടുകൾ വിൽക്കേണ്ടതുണ്ടായിരുന്നു, അതെങ്ങനെ നമ്മൾ പറയും? ദോസ് ഹൗസസ് ഹാഡ് ടു ബി സോൾഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.